കേരളത്തിലെ ചൂട് നമ്മൾ പാലക്കാട് ജില്ലയിൽ മാത്രമാണ് കൂടുതൽ എന്ന് പറഞ്ഞിരുന്ന അവസ്ഥ ഒക്കെ മാറി. ഇപ്പോൾ എല്ലായിടത്തും ഒരേപോലെ വലിയ ചൂടാണ്. ഒന്ന് ഉറങ്ങണമെങ്കിൽ പുലരാകാല 2:30-3 മണിയാവണം. എന്നാൽ അന്തരീക്ഷമൊക്കെ ഒന്ന് തണുത്ത് ചെറിയ രീതിയിലുള്ള ഒരു തണുപ്പ് കിട്ടുകയുള്ളൂ. ആ ഒരു സമയത്ത് കറണ്ട് ഇല്ലാത്തൊരവസ്ഥ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും KSEB കറണ്ട് എപ്പോഴും കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള വോൾട്ടേജിന്റെ അവസ്ഥയാണ് പരിതാപകരം. വളരെ കുറഞ്ഞ വോൾട്ടേജ് ആണ് രാത്രി കാലങ്ങളിലുള്ളത്. ഇത് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാ വെച്ചാൽ നമ്മളെല്ലാവരും CFLL ബൾബിലേക്ക് തിരിഞ്ഞപ്പോൾ ലോ ഇലക്ട്രിസിറ്റി ആണല്ലോ വേണ്ടത്. അതുകൊണ്ട് ചെറിയ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന LED ബൾബുകൾ നമുക്ക് നല്ല പ്രകാശം തരുമ്പോൾ നമ്മൾ അത് കാര്യമായിട്ട് എടുക്കില്ല. 3 തവണയൊക്കെയാണ് എൻ്റെ അയൽവാസി ഫാനിന്റെ കപ്പാസിറ്റർ മാറ്റുന്നത്. ഫാൻ കംപ്ലൈന്റ് ആണെന്ന് വിചാരിച്ച് ഊരി കൊണ്ടുപോവുക. അപ്പോഴാണ് ആളാ മനസ്സിലാക്കുന്നത് വോൾട്ടേജ് വലിയ രീതിയിൽ കുറവാണ്, അതുകൊണ്ടാണ് ഫാൻ തിരിയാത്തത്. BLDC ഫാൻ ഇട്ടാൽ ലോ ഇലക്ട്രിസിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ഈ അവസ്ഥ പരിതാപകരമാണ് എന്നുള്ളതാണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ച് ചോദിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന കാര്യം ഇതാണ്. അതായത് രാത്രി കാലങ്ങളിലുള്ള അമിതമായ ഇലക്ട്രിസിറ്റിയുടെ ഉപയോഗം കാരണം കൊണ്ടാണ് ഇങ്ങനെ വലിയ രീതിയിൽ ഇലക്ട്രിസിറ്റി കുറയുന്നത് എന്നാണ് പറയുന്നത്. എനിക്കൊരു ചെറിയ 12 മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. അവൾക്ക് ഇത് സ്ട്രഗിൾ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഈ കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പുറമാണ് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ മക്കൾക്ക് ഒരു ചെറിയ 12 മാസമുള്ള ഒരു കുട്ടിക്ക് എത്ര താങ്ങാൻ പറ്റിയത്? എത്ര ടൈം നമ്മൾ പുറത്ത് ഇന്നലെ മിഞ്ഞാന്നോ ഞാൻ 4 മണിക്കൂർ വരെ എന്റെ മിറ്റത്ത് ഇറങ്ങി നിന്നിട്ടാണ് ഞാൻ എന്റെ മക്കളെ ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റി കൊടുത്തത്. എത്ര ടൈം നമ്മൾ അങ്ങനെ നിൽക്കും? 2 മണി വരെ 3 മണി വരെ. ഇവർക്ക് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കുള്ള എക്സ്ക്യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർലോഡ് ആണ്. അത് നമ്മൾക്ക് ബാധിക്കുന്ന വിഷയമല്ല. കറക്റ്റ് ടൈം ആവുമ്പോൾ ഇവർ കറണ്ട് ബില്ലും കൊണ്ട് വരും. ഇവർക്ക് എന്തുകൊണ്ട് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഇല്ല? ഫോൺ വിളിച്ചവർ ഫോൺ എടുക്കില്ല, ഒരു കോൾ അറ്റൻഡ് ചെയ്യില്ല, ഇതിന്റെ ഹെഡിൽ വിളിച്ചവർ ഫോൺ എടുക്കില്ല. ഓക്കെ, എവിടെ വിളിച്ചാലും ഫോൺ എടുക്കില്ല. KSEBക്കാർ ഫോൺ എടുക്കാത്ത അവസ്ഥയാണ്. രാത്രി ഇലക്ട്രിസിറ്റി കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലോ വോൾട്ടേജ്, വീട്ടിലെ ഫാന് പോലും തിരിയില്ല എന്നുള്ള. ഫാന് തിരിക്കാൻ ഒരാളെ ചിലപ്പോൾ കൂലിക്ക് കൈ വെച്ച് നിർത്താൻ ഒരാളെ നിർത്തേണ്ട അവസ്ഥയാണ്. ഭയങ്കര ചൂടാണ് പകലും അതുപോലെ രാത്രിയും. അപ്പൊ KSEBക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇതാണ് പറയുന്നത്, ഇലക്ട്രിക് വാഹനങ്ങളുടെ എണ്ണം അത് കൂടി, അത് പെരുകിക്കൊണ്ടിരിക്കുന്നു. അതിൽ ചാർജ് ചെയ്യുന്നത് ആളുകൾ രാത്രിയിലാണ്. അതുപോലെ തന്നെ AC-കളുടെ അമിതമായ ഉപയോഗം, ഇതൊക്കെ ഇലക്ട്രിസിറ്റി വലിയ രീതിയിൽ വലിച്ചെടുക്കുന്നു എന്നാ പറയുന്നത്. ഒരു സാധാരണക്കാരന്റെ ഭാഗത്തു നിന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു EVM വാഹനം ഉണ്ടാവില്ല വീട്ടിൽ. അതുപോലെ തന്നെ ഒരു AC ഉണ്ടാവില്ല വീട്ടിൽ. സാധാ ഫാനിലാവും വീട്ടിൽ ഉണ്ടാവുക. അവരിത് എങ്ങനെയാണ് കാണേണ്ടത്? അതായത് പണക്കാര് AC-യും വലിയ കാറുകളൊക്കെ, ഇലക്ട്രിക്കൽ കാറുകളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കറണ്ട് കുറച്ച് കുറയും, സഹിക്കുക എന്നാണോ? ഒരിക്കലും ഈ ഒരു കാര്യങ്ങളൊന്നും സാധാരണക്കാരന്റെ തലയിലോട്ട് കൊണ്ടിടരുത്. നിങ്ങൾ AC-യിൽ ഇരുന്നു കൊണ്ടാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും രസകരം. ഞാനൊക്കെ ഇവിടെ വെന്ത് ഉരുകിയിട്ടുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ചൂടാണ് അല്ലെ? ഈ ഒരു ചൂട് സമയത്ത് അവർ ഇങ്ങോട്ട് വെക്കുന്ന കുറെ കാര്യങ്ങൾ എന്തൊക്കെ അറിയോ? വീട്ടിലെ പരമാവധി ലൈറ്റൊക്കെ ഓഫ് ആക്കിയിട്ട് ഫാനൊക്കെ ചുരുക്കാനൊക്കെ പറയണത്. വീട്ടിലെ AC ഉണ്ടെങ്കിൽ അത് ഓഫാക്കാനാണ് പറയുന്നത്. ഏത് രീതിയിലാണ് സാധാരണക്കാരൻ ജീവിക്കുക? എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുക? എനിക്ക് കുറച്ച് ടിപ്സ് ഞാൻ എന്തായാലും ഈ ഒരു കാര്യത്തിൽ സാധാരണക്കാരായ ആളുകളോട് പറഞ്ഞു തരാൻ കഴിയുന്നുള്ളതാണ്. പണക്കാരായ ആളുകളോട് ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം അവരിനി എന്തൊക്കെ പറഞ്ഞാലും രാത്രി കാലങ്ങളിൽ തന്നെയാണ് ഈ വാഹനങ്ങൾ ചാർജിനിടുക. വീട്ടിൽ 10-15 AC-യും വർക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കും. സാധാരണക്കാരന് ഇത് എങ്ങനെയെങ്കിലും ബാധിച്ചോട്ടെ, അതൊന്നും ഞങ്ങളെ ബാധിക്കുന്നതേ അല്ല എന്ന് തന്നെയാണ് അവർ വിചാരിക്കുക. അവരും നമ്മളെ പോലെ ചിന്തിക്കുന്നവരാണ്. കാരണം ഈ ഗവൺമെന്റ് അല്ലേ നമുക്ക് കറണ്ട് തരുന്നത്. ആ ഒരു കറണ്ട് എന്തിനാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഉപയോഗിക്കുന്നത്? എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചൂടെ എന്ന് ചിന്തിക്കുന്നവരാണ് അവരും. നമ്മളും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് കറണ്ട് തരുന്നില്ല, എന്തുകൊണ്ടാണ് തരാത്തത്? നമ്മളെ വോൾട്ടേജ് കുറവാണ്, എന്തുകൊണ്ടാണ് അത് കുറയുന്നത്? നമ്മളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരും ചോദിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു തരുന്ന കുറച്ച് ടിപ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ടിപ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വൈകുന്നേര സമയങ്ങളിൽ ഒരു 6 മണിക്ക് ശേഷം നിങ്ങൾ പരമാവധി വീട്ടിലേക്ക് മോട്ടോർ പമ്പ് ഉപയോഗിച്ച് വെള്ളം അടിക്കുന്നുണ്ടാവുമല്ലോ, അത് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാ. ഒരു 4 മണിക്ക് മുന്നേ തന്നെ വീട്ടിലെ മോട്ടറൊക്കെ അടിച്ച് വെള്ളം അടിച്ച് നിറച്ച് വെക്കാം. ഇതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, 6 മണിക്ക് ശേഷം വോൾട്ടേജിന് വലിയ വേരിയേഷൻ വരുന്നുണ്ട്. അത് എല്ലാവരും ഒരേ സമയത്താണ് വീടുകളിലേക്ക് ചേരുന്നത് അല്ലെ? ആ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള കറണ്ടിന്റെ ഉപയോഗം ഉണ്ടാകും. ആ ഒരു സമയത്ത് നമ്മളും മോട്ടർ ഇടുകയാണെങ്കിൽ നമ്മളെ വീട്ടിലത്തെ കറണ്ട് ബില്ലും കൂടും. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് കിട്ടുന്ന കറണ്ടിന്റെ ആ ഒരു ഇന്റൻസിറ്റി അല്ലെങ്കിൽ ആ ഒരു വോൾട്ടേജിൽ നല്ല രീതിയിൽ മാറ്റം വരും, നന്നായി കുറയും. അപ്പൊ അത് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളെ വീട്ടിൽ ഒരു 4-5 AC ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്നതിന്റെ മുന്നേ ആയിട്ട് 1 മണിക്കൂറോളം നമ്മൾ AC ഓണാക്കി കഴിഞ്ഞാൽ തന്നെ ആ റൂമിലൊക്കെ അത്യാവശ്യം കൂളിംഗ് കിട്ടും. പരമാവധി ഡോറും അതേപോലെ ജനാലകളും എപ്പോഴും അടച്ച് തുറക്കാതിരിക്കുക.
ഇങ്ങനെ ആ 1 മണിക്കൂർ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എ സി കൂളാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റൂം പരമാവധി എയർ കണ്ടീഷൻ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എ സി കട്ട് ഓഫ് ആവും. ഈ ഒരു സമയത്ത് കട്ട് ഓഫ് ആവുന്ന സമയത്ത് അതിലെ ഫാന് മാത്രമാണ് വർക്ക് ചെയ്യുക. അതിന് ചെറിയ വാട്ട് 100 മുതൽ 50 മുതൽ 150 അതിനുള്ളിലൊക്കെ ആ ഒരു ഫാനിന്റെ വാട്ട് വരുള്ളൂ. സാധാ ഒരു സീലിംഗ് ഫാനിന്റെ വാട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ അതും നമുക്ക് നല്ലൊരു കാര്യമാണ്. അങ്ങനെ ഒരു മണിക്കൂർ മുമ്പ് എ സി ഇട്ട് ഓഫാക്കി വെക്കുക. അതേപോലെ നമ്മളെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും പരമാവധി BLDCയുടെ ഫാന് വാങ്ങാൻ നിൽക്കുക. ചെറിയ കറണ്ടിന് വർക്ക് ചെയ്യുന്ന മോട്ടേഴ്സ് ആണത്. അപ്പൊ അതെല്ലാവരും വില കൂടുതലാണ് എന്ന് വിചാരിച്ചിരിക്കരുത്. നമ്മൾ പലപ്പോഴും അനാവശ്യമായി പല രീതിയിലും പണം ചെലവഴിക്കാറുണ്ട്. അത് ഒഴിവാക്കുക. പരമാവധി BLDC ഫാനിലേക്ക് ചുരുങ്ങുക എന്നുള്ളതാണ്. ലോ ഇലക്ട്രിസിറ്റി ആണ് വേണ്ടത്. പിന്നെ വീട്ടിൽ ഉപയോഗിക്കുന്ന ബൾബ് എല്ലാവരും CFL ഒക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ടാവുക. CFLന്റെ മുകളിൽ ഒരു വലിയ ചതി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. എന്ത് ചെയ്യാനാണ്, നമ്മളത് സഹിക്കുന്ന പാകുള്ളൂ. കാരണം ഈ ഒരു ബൾബ് വാങ്ങുമ്പോൾ ആഴ്ചയിലൊക്കെ കേടുവരുന്ന അവസ്ഥയൊക്കെ ഇപ്പം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. സാധാരണക്കാരനെ നെഞ്ചത്തടിക്കാൻ വേണ്ടി തന്നെയാണ് അതൊക്കെ. ഈ മരുന്നിനൊക്കെ വില കൂട്ടുന്നത് പോലെ തന്നെ ഈ ഒരു സാധനവും നമ്മൾ പറ്റിക്കാൻ വെച്ചുള്ളത് തന്നെയാണ്. എന്നിരുന്നാലും കറണ്ട് കുറഞ്ഞ് ഉപയോഗിക്കുന്ന ബൾബ് ആയതുകൊണ്ട് നമ്മൾ പരമാവധി അത് തന്നെ ആശ്രയിക്കുക എന്നുള്ളതാണ്. പിന്നെ അനാവശ്യമായിട്ട് ഇപ്പൊ ചില വീടുകളിലൊക്കെ ബാത്റൂമിൽ നമ്മൾ ഈ BLDC ഫാന് തന്നെയാണ് ഈ എക്സോക്സിറ്റിന് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്നിരുന്നാലും നമ്മൾ ബാത്റൂമിന്റെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് ആക്കുക, ആ ഫാൻ ഓഫ് ആക്കിയിടുക. പരമാവധി ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് അത്. അതുപോലെ തന്നെ നമ്മൾ വീടിന്റെ അകത്ത് പലതരത്തിലുള്ള ഫാനുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ വാൾ ഫാൻ ഉണ്ടാവും, ടേബിൾ ഫാൻ ഉണ്ടാവും, പെഡസ്റ്റൽ ഫാൻ ഉണ്ടാവും, സീലിംഗ് ഫാൻ ഉണ്ടാവും. ഇത് ആള് ഇല്ലാത്ത സമയങ്ങളിൽ അത് പരമാവധി ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഇനി ആളുകൾ ഇപ്പൊ ഹാളിൽ അത്യാവശ്യം ഫാനൊക്കെ ഉണ്ട്, എല്ലാവരും ഒരു ഹാളിൽ ഒരു ഫാനൊക്കെ ഇട്ടിരുന്ന് വർത്താനം പറഞ്ഞിരിക്കുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, അത് നമ്മൾ ആവശ്യമില്ലാത്ത സമയങ്ങളിൽ ചിലപ്പോൾ വേറെ റൂമിലൊക്കെ പോയിട്ട് AC ഫാനൊക്കെ ഇട്ടേച്ചിരിക്കും. ഇത് അനാവശ്യമായിട്ട് ചിലപ്പോൾ ഇരുത്താം. അത് ഓരോരുത്തർ പ്രൈവസിക്ക് ആവാം, അതെന്തോ ആവട്ടെ. എന്നിരുന്നാലും പരമാവധി എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ ഫാൻ ഇട്ട് നിൽക്കുക എന്നുള്ളതാണ്. രാത്രി കാലങ്ങളിലുള്ള മിക്സിയുടെ ഉപയോഗം പരമാവധി കുറയ്ക്കാനുള്ള ശ്രമം നടത്തുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയും ഇതേപോലെ അത്യാവശ്യം നല്ല വോൾട്ടിൽ വർക്ക് ചെയ്യുന്നതാണ്. ഇൻഡക്ഷൻ കുക്കറുകൾ രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക. അതേപോലെ തന്നെ നമ്മളെ മൈക്രോവേവ് ഓവൻസ് ഉപയോഗിക്കാതിരിക്കുക രാത്രി കാലങ്ങളിൽ എന്നുള്ളതാണ്. എല്ലാവരും പകൽ സമയങ്ങളിൽ ജോലിയിലാവും, പകൽ സ്ഥലങ്ങൾ പലപ്പോഴും പുറത്താവും അല്ലെ. കുറച്ച് ആളുകൾ മാത്രമേ വീടിനകത്ത് ഉണ്ടാവുള്ളൂ. ആ ഒരു സമയത്തുള്ള ഇലക്ട്രിസിറ്റി ഒന്ന് കുറച്ച് ഉപയോഗിക്കുക. രാത്രി കാലങ്ങളിലാണ് എല്ലാവരും വരിക. ആ ഒരു സമയത്ത് നമ്മൾ ഇത്തരം ലോ ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾ ഉപയോഗിക്കുക. അതേപോലെ പരമാവധി കഴിയുന്ന ആളുകൾ ഇൻവെർട്ടറുകൾ വാങ്ങാൻ ശ്രമിക്കുക. EMIക്കൊക്കെ അത് കിട്ടും. സാധാരണക്കാരനും അച്ചീവ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സാധനം തന്നെയാണ് ഇപ്പൊ വരുന്ന ഇൻവെർട്ടർ സിസ്റ്റങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ പരമാവധി വാങ്ങാൻ ശ്രമിക്കുക. AC വാങ്ങണമെന്ന ആഗ്രഹമുള്ള ആളുകളോട് ഞാൻ പ്രത്യേകം പറയുന്നത് ഇൻവെർട്ടർ AC വാങ്ങുക. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ റൂം ഓട്ടോമാറ്റിക്കലി ഫുൾ കൂൾ ആയിട്ട് കട്ട് ഓഫ് ആവും. BLDC ഫാൻ അതിനുശേഷം ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖസുന്ദരമായിട്ട് ഉറങ്ങാൻ കഴിയും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കും ഇലക്ട്രിസിറ്റി കുറയ്ക്കാം. പക്ഷെ സാധാരണക്കാരന്റെ വീട്ടിൽ ഞാൻ പറയുന്ന സാധനങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അവരിപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ചൂടെടുത്ത് ജീവിക്കുന്ന ഒരവസ്ഥയാണ്. ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഓല വീട്ടിൽ നിന്നും ഓട് വീട്ടിൽ നിന്നൊക്കെ വാർപ്പ് വീട്ടിലേക്ക് വന്നപ്പോൾ നമുക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ മാറുന്നുണ്ട്, അത് മാറുക തന്നെ വേണം. അതുകൊണ്ട് അത് നമ്മൾ എടുത്ത് പറയേണ്ടതില്ല. ഇത് മറ്റേ KSEBിയുടെ ആൾക്കാർ പറഞ്ഞ പോലെ കുറെ ആൾക്കാർ ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടും AC ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇലക്ട്രിസിറ്റി രാത്രി കാലങ്ങളിൽ ലോ വോൾട്ടേജ് വരുന്നത്. അതുകൊണ്ട് അതൊക്കെ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞതിന് തുല്യമായി ഇപ്പൊ ഞാൻ പറഞ്ഞതല്ലേ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, വോട്ട് ചെയ്യണ സമയത്ത് നമ്മൾ ശരിക്കും ചിന്തിക്കുക. നമ്മളെ സഹായിക്കുന്ന സർക്കാരിനെ കിട്ടണമെങ്കിൽ നന്നായി ചിന്തിക്കുക, അതിനനുസരിച്ച് വോട്ടുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോ ഇലക്ട്രിസിറ്റി നമ്മുടെ യൂണിറ്റിന്റെ ഒക്കെ റേറ്റ് വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റി ആണെങ്കിൽ നമുക്ക് കുറച്ച് തരുന്നുണ്ട്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾക്കൊക്കെ വലിയ രീതിയിൽ വോൾട്ടേജും വാട്ട്സും ആവശ്യം വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശരിക്കൊന്ന് വിലയിരുത്തണം. ഈ കാര്യങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഇലക്ട്രീഷ്യന്മാരോട് ചോദിച്ചാൽ തന്നെ അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള AC, ഫാന് അല്ലെങ്കിൽ മറ്റുള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങുമ്പോൾ, ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ വാങ്ങുമ്പോൾ നല്ലത് ഏതാണ്. കാരണം അവരിപ്പോൾ നിരന്തരമായിട്ട് ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ടൊക്കെ നല്ല രീതിയിൽ ബോധമുണ്ട്. ഇപ്പൊ ഞാൻ AC ഫിറ്റർ ആയിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. AC റിപ്പയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പോൾ ഫുൾ ടൈം AC ഇട്ട് തണുത്ത് വിറച്ച് മൂടി പൊതിച്ച് കിടക്കുമ്പോൾ കുറെ ആളുകൾ നിങ്ങളുടെ ഉപയോഗം കാരണം, നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ഉപയോഗം കാരണം അവിടെ കിടന്ന് വിശറി കൊണ്ട് വീശി കിടക്കുന്നുണ്ട് എന്നും നിങ്ങളൊന്ന് ഓർത്താൽ നല്ലത്.